നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. 2024 കറണ്ട് അഫയേഴ്സ് സെഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അതും നരേന്ദ്രമോദിയാണ്. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത്? 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1991 ഉക്രൈൻ യുദ്ധം സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത് ഏതാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിഖാത്ത്. ഓക്കെ, INS അരിഖാത്ത് എവിടെ നിന്നാണ് കമ്മീഷൻ ചെയ്തത്? വിശാഖപട്ടണത്ത് വെച്ചാണ്. വിശാഖപട്ടണത്ത് നിന്നാണ് കമ്മീഷൻ ചെയ്തത്. ഉദ്ഘാടനം ചെയ്തതാരാ? കമ്മീഷൻ ചെയ്തതാരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഓക്കെ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത് വിശാഖപട്ടണത്ത് എന്ത് ചെയ്തു? കമ്മീഷൻ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി അല്ലേ INS അരിഖാത്ത്. അപ്പോൾ ഒന്നാമത്തെയും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇന്ത്യയുടെ ഒന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഹണ്ട്. INS അരിഹണ്ട്. ARIHUNT അരിഹണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഖാത്ത്. ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഹണ്ട്. വിശാഖപട്ടണത്താണ് അരിഖാത്ത് കമ്മീഷൻ ചെയ്തതെന്നും കൂടെ ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞു? 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത് വിശാഖപട്ടണത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഹണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മർലേന. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് കേട്ടോ. രേഖാ ഗുപ്തയ്ക്ക് മുൻപ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന വനിതയാണ് ആരെന്ന് പറയുന്നത്? അതിഷി മർലേന. അവരാണ് ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എന്താണ്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജന എന്ന് പറയാം. ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജന. ഓക്കെ ആണല്ലോ. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5 ഭാഷകൾ ഏതൊക്കെയാണ്? നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെ ഭാഷകൾക്കാണ് ലഭിച്ചത്? മറാഠി,
പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ്. മുൻപുണ്ടായിരുന്നത് ഏതിനൊക്കെയാണ്? തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ 6 ഭാഷകൾക്കാണ് ഉണ്ടായിരുന്നത്. ആ ഭാഷകൾക്ക് പുറമെ ഇപ്പോൾ 5 ഭാഷകൾക്കും കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഇപ്പോൾ ആകെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ്? 11. അപ്പോൾ തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ എന്നീ ഭാഷകൾക്ക് പുറമെ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഏതൊക്കെ ഭാഷകൾക്കാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ലഭിച്ചു. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എത്രയായി? 11. 2004 ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ആർക്കാണ്? തമിഴിനാണ് കേട്ടോ. തമിഴിനാണ് ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ഏത് വർഷം? 2004. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന നോവലിനാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്. അപ്പോൾ 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തി, 2023 33ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മ, നോവൽ രൗദ്രസാത്വികം. എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാ? രേഖ ഗുപ്തയാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നിലവിൽ 11 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഏതൊക്കെ ഭാഷകളാണ്? തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ, മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസാമീസ് എന്നിങ്ങനെ 11 ഭാഷകൾക്ക് നിലവിൽ എന്തുണ്ട്? ശ്രേഷ്ഠ ഭാഷാ പദവിയുണ്ട്. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് തമിഴിനാണ് 2004. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തി. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്. നോവൽ ഏതാണ്? രൗദ്ര സാത്വികം. അടുത്ത പോയിന്റിലേക്ക് പോകാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ്? പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് വിജയപുരം. ഏതാണ്? വിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് വിജയപുരം. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ലഡാക്കിലെ ഏത് സ്ഥലത്താണ്? ഹാൻലെ. ISROയുടെ കുഞ്ഞൻ വിക്ഷേപണ വാഹനമാണേത്? SSLV D3. ISROയുടെ കുഞ്ഞൻ വിക്ഷേപണ വാഹനങ്ങളാണ് SSLV എന്ന് പറയുന്നത്. SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ISROയുടെ കുഞ്ഞൻ വിക്ഷേപണ വാഹനമായ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-08 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പോൾ SSLV D3യിൽ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS-08 ആണ്. EOS-08 വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ്? SSLV D3യിലാണ്. SSLV D3. എന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D3 വിക്ഷേപിച്ചത്? 2024 ഓഗസ്റ്റ് 16 വിക്ഷേപിച്ചത്. 2024 ഓഗസ്റ്റ് 16 SSLV D3 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. EOS-08 എന്ന് വിക്ഷേപിച്ചു എന്ന് ചോദിച്ചാലും എന്ന് തന്നെയാണ്. 2024 ഓഗസ്റ്റ് 16 EOS-08ൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? SSLV D3 ആണ്. ഓക്കെ ആണല്ലോ. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട് ഏതാണ്? നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട് ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി എയർപോർട്ടാണ്. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് ഏതാണ് പദവി? നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ് ഡൽഹി വിമാനത്താവളം. ഡൽഹി എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് വിജയപുരം. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥാപിക്കപ്പെട്ടത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ISROയുടെ കുഞ്ഞൻ ഉപഗ്രഹമായ SSLV D3 2024 ഓഗസ്റ്റ് 16 വിക്ഷേപിച്ചു. ഇതിലുണ്ടായിരുന്ന ഉപഗ്രഹം ഏതാണ്? EOS-08 ആണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഓക്കെ ആണല്ലോ. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട് എന്ന് പറയുന്നത്. പോയിന്റുകളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു.
2024 കറണ്ട് അഫെയർ സീരീസിലെ മറ്റ് ക്ലാസുകൾ കാണാത്തവർ ദയവായി ചാനൽ സന്ദർശിച്ച് ക്ലാസുകൾ കാണുക. ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്